കോഴിക്കോട് നഗരത്തിൽ ലോഡ്ജ് കേന്ദ്രീകരിച്ച് സെക്സ് റാക്കറ്റ് എന്ന് മൊഴി. അസം സ്വദേശിയായ 17-കാരി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. പ്രണയം നടിച്ച അസം സ്വദേശിയായ യുവാവാണ് കോഴിക്കോട് എത്തിച്ചതെന്നും മൊഴി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാക്കിയ പെൺകുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. വിവരങ്ങളുമായി ഫൈസൽ നെടുമ്പാല ചേരുന്നു. ഫൈസൽ, വളരെ ഗുരുതരമായ ഒരു വാർത്ത തന്നെയാണ്. എങ്ങനെയാണ് ഈ കുട്ടി ഇവിടെ വന്നു പെട്ടത്? ആതിര, 3 മാസങ്ങൾക്ക് മുമ്പാണ് അസം സ്വദേശിനിയായ യുവതിയെ അസം സ്വദേശിയായ മറ്റൊരു യുവാവ് സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട് പ്രണയം നടിച്ചുകൊണ്ട് കോഴിക്കോട് എത്തിക്കുന്നത്. 15,000 രൂപക്ക് മാസ ശമ്പള അടിസ്ഥാനത്തിൽ ജോലി വാങ്ങിത്തരാമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ കോഴിക്കോട് എത്തിച്ചത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള സ്വകാര്യ ലോഡ്ജിൽ എത്തിക്കുകയും ഈ കുട്ടിയെ മുറിയിൽ പൂട്ടിയിട്ടുകൊണ്ട് ഇയാൾ പുറത്തു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ ഒരാഴ്ച മുമ്പ് ഇയാൾ ഫോൺ ചെയ്യുന്നതിന് വേണ്ടി ടെറസിലേക്ക് പോയ സമയത്താണ് ഈ കുട്ടി ലോഡ്ജിൽ നിന്നും ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം മുന്നിൽ കാണുന്ന ഓട്ടോറിക്ഷയിൽ കയറി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസുകാരോട് ഈ വിവരങ്ങളെല്ലാം തന്നെ പറയുന്നത്. പോലീസുകാർ ഇടപെട്ടുകൊണ്ട് ഈ കുട്ടിയെ ചൈൽഡ് കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരാക്കുകയും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഒരു കെട്ടിടത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. ഈ കുട്ടിയുടെ മൊഴി പ്രകാരം ഇവിടെ നിരവധിയായിട്ടുള്ള പെൺകുട്ടികൾ അകപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ കുട്ടിയുടെ മൊഴിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ യുവാവിനായും ഈ ഏത് കെട്ടിടത്തിലാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടക്കുന്നത് എന്നുള്ളത് അടക്കമുള്ള കാര്യം അന്വേഷിക്കുകയാണ് ആതിര.